ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റായ ഒരു ചിക്കൻ മജ്ബൂസാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഭംഗിയായി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ചിക്കൻ മജ്ബൂസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ മജ്ബൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആലിബാബയുടെ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് 3 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് നല്ലതുപോലെ കഴുകി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ വെച്ചാൽ മതി. ആ സമയം നമുക്കിതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പം ഞാനിവിടെ സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, കുറച്ച് സെലറി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ തക്കാളി. ഇത് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആ ലെഗ് പീസ് മാത്രം വലിയ പീസാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ചെറിയ പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അരി സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ബിരിയാണി പോട്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുവിധം നന്നായി തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. കാരണം അതിൽ കിടന്ന് വേണം റൈസ് വേവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഫ്രൈ ആയ സവാളയിൽ കിടന്ന അരി വേവുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സവാള ആദ്യം തന്നെ ഇട്ട് ശരിക്കും ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കരയാമ്പൂവ്, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഏലക്ക, പിന്നെ ഒരു 2 പീസ് പട്ട, ഇതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 3-4 കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരെ, തക്കാളി നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം സൂപ്പർ മാർക്കറ്റിലും നമുക്കിത് അവൈലബിൾ ആണ്. എന്നിട്ട് ഇത് വെറുതെ ഒന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് തനിയെ തന്നെ അതിൽ മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി മജ്ബൂസിൻ്റെ മസാലയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 2 സ്പൂൺ മസാല ചേർത്താൽ മതി. ഇപ്പം മജ്ബൂസിൻ്റെ മസാല കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഈ ബിരിയാണി മസാലയുടെ ഇതും കുഴപ്പമൊന്നുമില്ല. കൂടെ നമുക്ക് ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുരുമുളകും പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കഴുകി വെള്ളം മാറാനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഗ്രേവി പോലെ നല്ല ഗ്രേവി ആയിട്ട് കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വരുന്ന ഗ്രേവി അപ്പോൾ തന്നെ അത് ഡ്രൈ ആയിക്കോളും. ചിക്കൻ ഇതൊരു ഫ്രൈ ആയ ആ ഒരു ഫീലിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്കുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ സൈഡൊക്കെ നേരിയതായിട്ടൊരു ഫ്രൈ ആയി പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആ ഒരു അളവിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം. കുക്കറിലാണ് നമ്മളിത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം മതി. ഇത് നമ്മളിതുപോലെ ബിരിയാണി പോട്ടിലിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. അതിതുപോലെ സോക്ക് ചെയ്ത അരി ആയതുകൊണ്ടാണ് 1.5 ഗ്ലാസ്. ഇപ്പോൾ സോക്ക് ചെയ്യാത്ത അരിയാണെങ്കിൽ നമ്മൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുക്കണം. ഇനി നമുക്ക് ഈ അരി ഇട്ടതിന് ശേഷം അതിന് മേലെ നമുക്ക് നമ്മുടെ സെലറിയുടെ ഇല സെലറി ചോപ്പ് ചെയ്തതും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഇതിന് മേലെ ഇടുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് കൂടുതലായിട്ടൊന്ന് ഇളക്കി ആ ചിക്കൻ മുകളിലേക്ക് ആവുന്ന വിധത്തിലാക്കരുത്. പതുക്കെ ഒന്ന് ചിക്കൻ ഈ പീസിൻ്റെയൊക്കെ ഇടയിലേക്ക് ഈ സെലറിയും അതുപോലെ നമ്മുടെ ക്യാരറ്റ് ഇതൊക്കെ ശരിക്കും ഇറങ്ങി ചെല്ലുന്ന വിധത്തിൽ പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അതിന് മേലെ കുറച്ച് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൈസൊക്കെ ഒന്ന് ഡ്രൈ ആവും, ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മുടെ മജ്ബൂസ് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് മയണൈസും ടൊമാറ്റോ പിക്കിളും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.